ഹായ്, നമ്മൾ തിരുവണ്ണാമലയിലേക്ക് പോകുന്ന ഒരു ദൃശ്യമാണിത്. ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. തിരുവണ്ണാമലയിൽ ശിവൻ്റെ അമ്പലത്തിൽ പോവുകയാണ്. ഞങ്ങൾ മീനമ്പാക്കം വഴിയാണ് പോകുന്നത്. മീനമ്പാക്കം എയർപോർട്ട് വഴി പോവുകയാണ്. ഇതാണ് മീനമ്പാക്കം എയർപോർട്ട്. എയർപോർട്ടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ മിനി മാളുണ്ട്, എയ്റോ ഹബ്ബ് എന്ന് പറയുന്നത്. എയ്റോ ഹബ്ബിനോട് ചേർന്ന് തന്നെ മെട്രോ സ്റ്റേഷനും വരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് മെട്രോയിൽ തന്നെ അവിടെ എയർപോർട്ടിൽ പോകാൻ പറ്റും. നമ്മൾ പ്രോമ്പേർട്ട് വഴി പോവുകയാണ്. ഇത് നമ്മുടെ കോയമ്പേട് ബസ് സ്റ്റാൻഡ് മാറ്റി ഇപ്പോൾ കേളമ്പാക്കത്താക്കി ബസ് സ്റ്റാൻഡ്. ഇത് നമ്മുടെ പാലാർ റിവറാണ്. ഒരു തുള്ളി വെള്ളമില്ലാതെ വളരെ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. പാലാർ വാട്ടറേ ഇല്ല. രണ്ട് വശത്തും ഒരു തുള്ളി വെള്ളവും ഇല്ല. അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയി ശരി ഉച്ചയ്ക്ക് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് അസ്വിൻ സ്വീറ്റ്സിൽ കയറി കുറച്ച് സ്വീറ്റ്സ് എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലേക്ക് പോയി. ഇതാണ് ജിഞ്ചി ഫോർട്ട്. ഒത്തിരി പാറയെല്ലാം ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് കിടക്കും. അതിൻ്റെ മേളിലായിട്ട് വരുന്നതാണ് ഫോർട്ട്. കുറച്ച് ദൂരം ഉണ്ട് ഫോർട്ട്. ഇങ്ങനെ അത്രയും മോടി വരെ നോക്കിയെങ്കിലേ കാണാൻ പറ്റുള്ളൂ. ഇതാണ് തിരുവണ്ണാമല. ഈ മലയാണ് ചുറ്റുന്നത് എല്ലാവരും. പൗർണമി ദിവസം ഈ മല ചുറ്റി തൊഴും. ശിവൻ അതൊരു വിശേഷമാണ് അവിടെ. ഈ മല കാണുമ്പോഴേ അറിയാം നമ്മൾ തിരുവണ്ണാമലയെത്തിയെന്ന്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അവിടുന്ന് തൊഴുത് അതിന് ശേഷം തിരിച്ചിറങ്ങിയപ്പോഴത്തേന് ഡിന്നർ കഴിക്കുന്ന നേരമായി. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഡിന്നർ കഴിക്കാൻ നല്ലൊരു ഹോട്ടലിലാണ് വന്നത്, ആര്യാസ്. അവിടുത്തെ ആഹാരമെല്ലാം നല്ലതായിരുന്നു. വെളുത്തുള്ളി ചമ്മന്തിയായിരുന്നു അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. നല്ല ടേസ്റ്റായിരുന്നു. 4 വിധത്തിലുള്ള ചട്നി, സാമ്പാർ, ബാക്കിയെല്ലാം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആഹാരം മേടിച്ച് കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു.